ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ദീർഘതമോദന്തം. പ്രശസ്തതബോധനൻ അങ്കിരസിന്റെ പുത്രൻ ഉചിത്യനെന്നു നാമമുടയ മഹാമുനി. അവന്റെ പത്നിയല്ലോ മമത മനോഹരി. അവൻ തന്നവരജൻ ഗീഷ്പതി ദേവാചാര്യൻ. അവനും മമതയാം പൂർവജപത്നി തന്നിൽ വിവശനായാനല്ലോ മന്മഥ വികാരത്താൽ. മമതാദികൾ ദോഷമകന്ന മുനിപത്നി മമത പറഞ്ഞിതു നിർബന്ധം കണ്ട മൂലം. ദേവരാജാരവൃത്തി നരകത്തിനായുള്ളൂ. ദേവരാചാര്യ ഞാൻ പറയുന്നതു കേൾനീ. ദേവമായകളെല്ലാം ഓർക്കണം മനക്കാമ്പിൽ. ദേവദേവന്റെ യാജ്ഞ ലംഘിച്ചിടരുതല്ലോ. വേദവേദാംഗജ്ഞനാം പൂർവജൻ തന്റെ ബീജം മോദേന ധരിച്ചിരിക്കുന്നിതു ഞാനുമിപ്പോൾ. നിന്നുടെ ബീജമതോ നിഷ്ഫലമാകയില്ല. പിന്നെ ഞാനതും കൂടെ ധരിപ്പാനാളല്ലടോ എന്നതു കേട്ടു ബൃഹസ്പതിയും മുര ചെയ്താൻ. എന്നാലും എനിക്കൊന്നു പുണർന്നേ മതിയാവൂ. നിർമ്മലനായ മുനി മന്മഥ വിവശനായി ധർമാതിധൈര്യങ്ങളെ വെടിഞ്ഞങ്ങണഞ്ഞപ്പോൾ ഗർഭകനായിട്ടുള്ളോരർഭകൻ ഉര ചെയ്താൻ. നിർബന്ധം മതിമതി കേൾക്കണമിവയെല്ലാം മുന്നമേ. ഗർഭപാത്രം തന്നിൽ ഞാൻ അകപ്പെട്ടാൻ. ഇന്നിതിനവകാശം പോരാ എന്നറിയണം. ഗർഭപാത്രത്തിൽ മേവും അർഭകൻ വാക്കുകേട്ടിട്ടത്ഭുതം പൂണ്ടു ഗുരു നിർഭർസിച്ചുര ചെയ്താൻ. സദ്ഭാവമിത്ര പാരമിപ്പോഴേ മുഴുത്ത നീ ഉദ്ഭവിച്ചിടുന്നാളിൽ എന്തെല്ലാം വരുമെടോ. ദീർഘവീക്ഷണം നിനക്കേറെയുണ്ടതിനാലെ ദീർഘമാം തമസ്സിനെ പ്രാപിക്കുന്നതു നേരം. ശപിച്ചു ദേവാചാര്യൻ ജനിച്ചു കുമാരനും തപിച്ചു കണ്ണില്ലാഞ്ഞിട്ടെന്നതോ നിമിത്തമായി. അവനു ദീർഘതമാവെന്നു പേരുണ്ടായതു. അവനും പ്രദ്വേഷിയാം ബ്രാഹ്മണി തന്നെ വേട്ടാൻ. അവൾ വെറ്റുണ്ടായി വന്നു ഗൗതമാദികളെല്ലാം. അവരും പ്രസിദ്ധന്മാരായ താപസരല്ലോ. പുത്രലോഭാർത്തയാകും പ്രദ്വേഷി അതുകാലം. ഭർത്തൃശുശ്രൂഷ വെടിഞ്ഞീളിനാൾ എന്നേ വേണ്ടോ. എന്നെ നീയുപേക്ഷിച്ചാൽ എന്തൊരു ഗതി എനിക്കെന്നിതു പറയണമെന്നു കേട്ടവൾ ചൊന്നാൾ. ഭർത്താവും ഭാര്യയെന്നും ചൊല്ലുന്ന ശബ്ദങ്ങൾ തന്നർത്ഥത്തെ നിരൂപിച്ചു വേണം എന്നോടു ചൊൽവാൻ. നിന്നെയും കുമാരന്മാർ തമ്മെയും പാലിക്കയാൽ എന്നുടെ പരിശ്രമം നീ അറിഞ്ഞീലയല്ലോ. ജാഖന്ധനുടെ പിൻപേ വാർദ്ധക്യം ഭാരമുണ്ടോ. രാസ്തിക്യമൊരു നേരം ഒന്നിനുമില്ലതാനും. വൃദ്ധനാകിയ ഭവാൻ ക്രുദ്ധിച്ചാൽ എന്തു ഫലം. നിർധനന്മാരായി വന്നാൽ തങ്ങളൊട്ടടങ്ങേണം. പ്രദ്വേഷി പലതരമീ വണ്ണം പറഞ്ഞപ്പോൾ വിദ്വാനം ദീർഘതമാവും ഉദ്യകോപേന ചൊന്നാൻ. ക്ഷത്രിയകുലം പ്രാപിച്ചർത്ഥമർത്ഥിക്ക നീയെന്നുത്തമ തപോധനൻ പറഞ്ഞോരനന്തരം. ശ്രദ്ധയില്ലേതും നിന്നാൽ ദത്തമാമർത്ഥം നിനക്കൊത്തതു ചെയ്താലും നീ എന്നോട് പറയേണ്ട. ഞാനിനി പണ്ടേ പോലെ ശുശ്രൂഷിക്കയുമില്ല. ദീനയായി ചമഞ്ഞു ഞാൻ കാലവുമില്ലെന്നാൾ
ഔചിത്യമോർത്ത് പുനരന്നേരം അവൾ തന്നോട് ഔചത്യനായ മുനികോപത്തോടരുൾ ചെയ്തു. ഭർത്താവെ വെടിയുന്നോർക്കർത്ഥവും വ്യർത്ഥമായി പോയും എത്രയും ദുഷ്കീർത്തിയും എത്തുകെന്നതു നേരം പ്രദ്വേഷി കോപം പൂണ്ടു പുത്രന്മാരോടു ചൊന്നാൾ. വൃദ്ധനെ ഗംഗ തന്നിൽ പ്രക്ഷേപിക്കേണം നിങ്ങൾ. ലോഭമോഹാദി പൂണ്ട ഗൗതമാദികളപ്പോൾ താപസവരനായ താതനെ മടിയാതെ ഗംഗയിലൊരു തോണി തന്മേൽ വച്ചൊഴുക്കിനാരങ്കനാജനങ്ങൾക്കു തോന്നുമിത്തരം പണ്ടേ. ഏറിയ വഴി കീഴ്പോട്ടൊഴുകിച്ചെല്ലുന്നേരം തീരത്തു കുളിപ്പാനായി നിൽക്കുന്ന ബലിനൃപൻ കണ്ടവൻ തന്നിലേറ്റം കാരുണ്യമുണ്ടാകയാൽ കൊണ്ടുപോയി അന്തഃപുരെ ബഹുമാനിച്ചു ഭക്ത്യ വെച്ചുകൊണ്ടനുദിനം പൂജിച്ചു ലാളിക്കയാൽ വിശ്രാന്തനായ മുനി തന്നോടു നൃപൻ ചൊന്നാൻ. സന്തതിയുണ്ടാക്കേണം നിന്തിരുവടി മമ പന്തൊക്കും മുലയാളാമെന്നുടെ പത്നി തന്നിൽ. എന്തതിനൊരു കുറവന്തരമില്ല എന്നു ചിന്തിച്ചു ദീർഘദർശിയും ചൊന്നാൻ. മന്നവൻ സുദേഷ്ണയാം തന്നെ പത്നി തന്നെ ധന്യനാം മുനിവരൻ തന്നെ ശുശ്രൂഷിപ്പാനായി സാന്ത്വനതരം പറഞ്ഞയച്ചോരനന്തരം ചാന്തേലും മുലയാളും ദാസിയോടുര ചെയ്താൾ. വൃദ്ധനാമന്ധൻ തന്നെ ശ്രദ്ധയില്ലെനിക്കേതും ബദ്ധ കൗതുകത്തോടു നീ ചെന്നു പുണരേണം. ഓർത്തുധാത്രേയികയാം ശൂദ്രയും അതുനേരം ചീർത്ത കൗതുകത്തോടു പുണർന്നാൾ മുനി തന്നെ. കക്ഷപനാദിയായിട്ടക്കാലം 11 മക്കളെ ജനിപ്പിച്ചു ശിക്ഷിച്ചു വിദ്യകളും ഒക്കവേ പഠിപ്പിച്ചു. വിഖ്യാത ഗുണത്തോടും മുഖ്യന്മാരായ കുമാരന്മാരും തേജോബല വിദ്യ യൗവനരൂപശീല വിജ്ഞാനങ്ങളാൽ രുദ്രന്മാരെന്ന പോലെ ഭദ്രന്മാരായുണ്ടായാർ. സാങ്കോപാംഗാംനായാദി വിദ്യയും പഠിച്ചുള്ളൊരങ്കിരസ്സുകളെ കണ്ടന്നേരം ബലിനൃപൻ എന്നുടെ പുത്രന്മാരെന്നുര ചെയ്തതു കേട്ടു. നിന്നുടെ പുത്രന്മാരല്ലെന്നു മാമുനി ചൊന്നാൻ. നിന്നുടെ ഭക്തി പുനരെന്നെ പുൽകുവാനറച്ചെന്നുടെ അരികത്തു ദാസിയെ നിയോഗിച്ചാൾ. അന്നേരം ബലിനൃപൻ ഖേദിച്ചു രണ്ടാമതും തന്നുടെ സുദേഷ്ണയാം പത്നിയെ നിയോഗിച്ചാൻ. ചെന്നുടനരികവേ നിന്നൊരു സുദേഷ്ണയെ തന്നുടെ കരം കൊണ്ടു തപ്പിക്കണ്ടുര ചെയ്താൻ. അങ്കനാജനങ്ങളിൽ ഭംഗിയുണ്ടെനിക്കെന്നും ശൃംഗാരിയല്ല വൃദ്ധൻ കുരുടനിവനെന്നും. ഉള്ളിലുണ്ടഹമ്മതി നിനക്കു മനോഹരേ ഉള്ളതു തന്നെയല്ലോ നിന്നുടെ കുറ്റമല്ല. അംഗജരസം നിന്നിലേതുമേ നമുക്കില്ലിങ്ങങ്കനാ സമ്മേളന ലാളനാദികളൊന്നും വേണമെന്നെനിക്കില്ല. ഭൂപാലനെ ചിന്തിച്ച് ഏണലോചനെ തവ സന്തതിയുണ്ടാക്കുന്നു. അംഗസ്പർശനം കൊണ്ടേ പോരുമെന്നതും ചൊന്നാനങ്കനെന്നൊരു നൃപനുണ്ടായാനതു നാളിൽ. ഇങ്ങനെ പല പല മന്നവരുണ്ടു മുന്നം തിങ്ങിന തേജസ്സോടും ബ്രാഹ്മണപുത്രന്മാരായി. അങ്ങനെ തന്നെ നമുക്കിവിടെ പുനരിപ്പോൾ മങ്ങാത പുത്രന്മാരെ ഉണ്ടാക്കാമറിഞ്ഞാലും. പരശുരാമൻ മുന്നമൊടുക്കിക്കളഞ്ഞന്നു പരിചോടുണ്ടായി വന്നു ഭൂസുരന്മാരാലത്രേ.
പൃഥിവ്യപ്തേജോവാദാകാശങ്ങൾ നിജ നിജ ഗന്ധാദി വിഷയങ്ങൾ തങ്ങളെ വെടികിലും ചന്ദ്രാദിത്യന്മാർ ശീതോഷ്ണങ്ങളെ വെടികിലും വൃത്രനാശനൻ നിജവിക്രമം വെടികിലും ധർമ്മരാജന് നിജധർമ്മത്തെ വെടികിലും സത്യത്തെ വെടിയുകയില്ല ഞാൻ ഒരു നാളും. തങ്ങളിൽ പല പല കഥകൾ പറഞ്ഞുടനിങ്ങനെ തന്നെയെന്നു കൽപ്പിച്ച വഴി കേൾപ്പിൻ. എങ്കിൽ ഞാൻ വേദവ്യാസൻ തന്നെ കൊണ്ടുണ്ടാക്കുവൻ തിങ്കൾ തൻ കുലമെന്നു ചൊല്ലിനാൾ സത്യവതി. ദോഷമില്ലതിനെന്നു പലരും ചൊന്ന ശേഷം യോഷമാരോടു ചെന്നു പറഞ്ഞു സത്യവതി. പണ്ടു ഞാൻ തോണി കടത്തിയിടുന്ന കാലത്തിങ്കൽ ഉണ്ടായി പരാശരപുത്രനായൊരു മുനി. ദിവ്യനെത്രയും അവനവനെ നിരൂപിച്ചാൽ സർവസങ്കടം തീരും സംശയമില്ല ഏതും. എങ്കിലങ്ങനെയാകുന്നവരും ഉര ചെയ്താർ സങ്കടം തീർന്നു കുലസന്തതി ഉണ്ടാവാനായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം